രണ്ട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമല്ലോ. ഒന്ന്, ഈ സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, CPM-ന്റെ മുമ്പിലുള്ള, ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പിലുള്ള ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞൊരു വിഷയം, 75 വയസ്സിന്റെ കാര്യത്തിലെ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാനത്താണ്. ഈ വിഷയം സ്വാഭാവികമായിട്ടും വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുമല്ലോ അവിടെ. അതായത് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ 70 വേറെ ഏതോ സംസ്ഥാനത്ത് 72 കേരളത്തിൽ അത് 75. അപ്പൊ ആ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അല്ല, സംസ്ഥാന സമ്മേളനമാണ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി നടത്തി, അത് വലിയൊരു വിഷയമായിട്ട് വരും. അതുപോലെ 2 തവണ മത്സരിച്ചവരെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തി. ഈ തവണ 2 തവണ മത്സരിച്ചവർക്ക് കർശനമായിട്ട് ഇനി അവസരം കൊടുക്കേണ്ട എന്നൊരു തീരുമാനവും ഈ സമ്മേളനത്തിൽ ചർച്ചയാവുമല്ലോ. ആ വിഷയം ചർച്ച ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ എന്ത് തീരുമാനം എടുക്കുന്നു, ആ തീരുമാനം ഉണ്ടായാൽ ഏതാണ്ട് 22 പേർക്ക് നിലവിലുള്ള MLA-മാരിൽ അതിൽ വളരെ പ്രമുഖരും ഉൾപ്പെടും, അവർക്ക് ഇനി അവസരം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന് അത് കേൾക്കാൻ കൗതുകമുണ്ട്. ഈ താത്വികമായ സൈദ്ധാന്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരം ജനപ്രിയ വിഷയങ്ങൾ, ജനങ്ങൾ താല്പര്യത്തോടെ പ്രകടിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടി അവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കടമയുണ്ട്. ഞാൻ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തോട് തന്നെയാണ്. ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് വേണ്ടി കൊല്ലത്തെത്തിയ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം. ഇത് CPM-നെ സമീപിക്കുന്ന വളരെ രാഷ്ട്രീയ കൗതുകത്തിൻ്റെയും ജനകീയമായിട്ടുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിലൊരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പ്രായപരിധിയെ സംബന്ധിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആരാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നയിക്കുക. അപ്പോൾ ഇന്ന് മലയാള മനോരമയുടെ പാർട്ടി സെക്രട്ടറിയുടെ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഒരാളുടെ നേതൃത്വത്തിലാകില്ല എന്ന് പറയുമ്പോൾ തന്നെ ആളുകളിൽ പലതരത്തിലുള്ള ചിന്തകൾ, സംശയങ്ങൾ പലതും രൂപപ്പെടുത്താം. അത് CPM-നെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ആഴത്തിൽ വേരുകളുള്ള സ്വാധീനമുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ വലിയ ഒരു താല്പര്യ കേന്ദ്രമാണ്. ആളുകളെ ആകർഷിക്കുക, കാണാൻ പ്രേരിപ്പിക്കുക, വായിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗഹനമായ കാര്യങ്ങൾ പറയുന്നതും അതിനേക്കാളും അപ്പുറം മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ട വിഷയങ്ങളാണ്, ഹരം പകരുന്ന വിഷയങ്ങളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്താണ് CPM അതേക്കുറിച്ച് പറയുക, ശ്രീ അനിൽകുമാർ? അല്ല, അത്ര ഏത് ചർച്ചയും ഒരു മാധ്യമം നടത്തുന്നതിന് നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷെ വ്യാജങ്ങൾ നിർമ്മിക്കരുത്. അതാണ്, ഏത് ഡോഗാണെങ്കിലും വ്യാജം നിർമ്മിച്ചിട്ട് അത് വാച്ച് ഡോഗിൻ്റെ പണിയാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ അത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനാവാത്ത ഡോഗ്സ് ആണെങ്കിൽ ആ ഡോഗ്സിന് എന്ത് പേര് പറയും? ഇന്നലെ കണ്ടില്ലേ? എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷമാണ്. സർക്കാരിനെതിരായ പ്രതിപക്ഷമാണ് മാധ്യമങ്ങളെങ്കിൽ മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷമാണോ മാധ്യമങ്ങൾ? ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ തിരുത്തിയല്ലോ, ഒരു ചെറിയ വാചകം കണ്ട് കുംഭമേളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരുത്തിയല്ലോ. അപ്പോൾ കേന്ദ്രത്തിലെ ഒരു ആരോഗ്യമന്ത്രിയുടെ വകുപ്പ് കേരളത്തെ പിണറായി സർക്കാർ എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തെ വിമർശിച്ചു എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ കൊടുത്ത വാർത്തയെങ്കിലും വായിച്ചു നോക്കാനുള്ള വിവേകമുള്ളവരായിട്ട് മാധ്യമങ്ങൾ മാറണ്ടേ? ഇനി പ്രായപരിധി സംബന്ധിച്ച് 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് CPM തീരുമാനിക്കുകയും അത് ജില്ലാ സമ്മേളനങ്ങളിലും താഴെയുള്ള സമ്മേളനങ്ങളിലും നടപ്പാക്കുകയും ചെയ്ത കാര്യമാണ്. അതിന് ഈ കൊല്ല സമ്മേളനത്തിൽ ചർച്ചാ വിഷയമേ അല്ല, തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നേതാക്കന്മാർ വരുമ്പോൾ നേതാക്കന്മാരോട് അക്കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിൽ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് സമ്മേളനത്തിൽ 2 ദിവസം കൊണ്ട് തീരുമാനിക്കാൻ പോകുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, അത് നടപ്പാക്കപ്പെട്ട് കാര്യമാണ്. ഒരു സമ്മേളന പ്രോസസ്സാണ്. 24-ാം പാർട്ടി കോൺഗ്രസ്, അതാ പറഞ്ഞത്, അതെ, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ 24-ാം പാർട്ടി, അതാണ് ചോദ്യം. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ കാര്യത്തിൽ കൃത്യതയുണ്ട്. 75 വയസ്സുള്ള വയോപരിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇന്ത്യ രാജ്യത്ത് CPM-ന് മുഖ്യമന്ത്രി പദമുള്ള സഖാവ് പിണറായി വിജയന് പാർട്ടി കോൺഗ്രസ് തന്നെ എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, അത് അടുത്ത പാർട്ടി കോൺഗ്രസ് ഒരു വാലിഡാണ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ എക്സെപ്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സഖാവ് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയെ മുന്നോട്ട് നയിക്കലാണ് പ്രധാനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, MLA-മാർക്ക് 3 ടേമാണോ 2 ടേമാണോ ഇതൊന്നും ഇപ്പോൾ ചർച്ചയേ അല്ല. കാരണം എന്താണ്? അത് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് ഉചിതമായ നയം തീരുമാനിക്കും. നയമൊന്നും ഇരുമ്പലൊക്കെ അല്ല. അന്നത്തെ മൂർത്തമായ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനമെന്തോ ആ ശരിയായിരിക്കും, പാർട്ടിയുടെ കൂട്ടായ്മയുടെ ശരി.
അല്ലാതെ വ്യക്തിയാധിഷ്ഠിതമായി രണ്ടാളെ അവിടെ നിർത്താം, മൂന്നാളെ ഇവിടെ നിർത്തരുത് എന്ന അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന പാർട്ടിയല്ല CPM. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എങ്ങനെ വേണം എന്ന് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ ഈ 2 ടേം എന്ന മാനദണ്ഡമാണ് ശരിയെങ്കിൽ ആ ശരിയിൽ ഉറച്ചു നിൽക്കും. അല്ല, ആ സമയത്തെ ആവശ്യം പാർട്ടിക്ക് മുന്നോട്ട് പോകാനും തൊഴിലാളി വർഗത്തെ എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള കരുത്തുണ്ടാക്കാനും ഈ കേരളത്തിന് വേണ്ടത് ഏത്? കേരളത്തിന് വേണ്ട എന്തോ തീരുമാനിക്കും. അതിനപ്പുറത്തൊരു തീരുമാനമില്ല. അത് കൂട്ടായ തീരുമാനമായിരിക്കും, വ്യക്തിപരമായ തീരുമാനം ഉണ്ടാവില്ല. അതാണ് CPMന്റെ പ്രത്യേകത. ശരി, നയം തീരുമാനിക്കുന്നത് നയപരമായിട്ടാണ്, വ്യക്തിപരമായിട്ടല്ല. വ്യക്തിയെ മുൻനിർത്തിയ ഒരു നയമില്ല. ഇതാണ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ ചർച്ചയിൽ പറയുന്ന കാര്യമാണ് പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും നടക്കരുത്.